കഴിഞ്ഞ ആഴ്ചയാണ് കേരളത്തിലെ ചീഫ് സെക്രട്ടറി, കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ ശാരദാ മുരളീധരൻ തനിക്ക് നേരിടേണ്ടി വന്ന ഒരു അധിക്ഷേപത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത്. അതിനുശേഷം അത് വലിയ ചർച്ചയായി നിറയുകയാണ്. നമ്മൾ ഉറക്കെ അതേക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു സമയമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അന്ന് ശാരദാ മുരളീധരൻ സംസാരിച്ചത്. ഇപ്പോൾ ശാരദാ മുരളീധരൻ ന്യൂസ് 18നോട് വളരെ വിശദമായി തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. കറുപ്പ് നിറത്തിൽ ഏറ്റവും കൂടുതൽ വിവേചനം അനുഭവിക്കുന്നത് സ്ത്രീകളാണെന്ന് ചീഫ് സെക്രട്ടറി പറയുന്നു. പുരുഷനേക്കാൾ നിറത്തിന്റെ പേരിൽ സ്ത്രീകൾ കൂടുതൽ അവഗണിക്കപ്പെടുന്ന സമൂഹമാണ് ഇപ്പോഴും നമ്മൾ. സ്ത്രീ എന്ന തലത്തിൽ നേരിടേണ്ടി വരുന്ന വിവേചനവും സമൂഹത്തിൽ തുടരുന്നുണ്ടെന്ന് ശാരദാ മുരളീധരൻ അപർണ കുറുപ്പിനോട് Q18 പറഞ്ഞു. ഉദ്യോഗസ്ഥ തലത്തിൽ പോലും തുടക്കക്കാരായ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വിവേചനത്തിലൂടെ കടന്നു പോവുകയാണെന്നും ചീഫ് സെക്രട്ടറി തുറന്നടിച്ചു. നിറം എന്ന് പറയുന്ന പോലെ തന്നെ സ്ത്രീ എന്ന തരത്തിലുള്ള ഒരു താരതമ്യപ്പെടുത്തലുകളോ അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകളോ ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ 7 മാസം? ഒരു ചെറുപ്പക്കാരിയായിട്ടോ ഓഫീസറായിട്ട് കയറി വരുമ്പോഴത്തേക്കും ഭയങ്കര പ്രയാസം കേട്ടോ. അത് അപ്പം നമ്മൾ ഫീൽഡിൽ എല്ലാവരും ഒറ്റയ്ക്കാണ്. പക്ഷേ ഫീൽഡിൽ ഒറ്റയ്ക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള സിസ്റ്റമാണല്ലോ. ഈ സിസ്റ്റം നമ്മളെ കാണുന്നത് ആ കൊച്ചു പെണ്ണ് ഓഫീസർ എന്നുള്ള രീതിക്കല്ല. ഈ കൊച്ചു ചെക്കൻ എന്ന് പറഞ്ഞിട്ട് ഓഫീസറിനെ കാണില്ല, പക്ഷെ കൊച്ചു പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ലേഡി ഓഫീസറിനെ എന്തായാലും കാണും. ആൻഡ് അതുകൊണ്ട് തന്നെ പലർക്കും നമ്മളുടെ അടുത്ത് നമ്മൾ നിയന്ത്രിക്കുകയോ റെഗുലേറ്റ് ചെയ്യുകയോ ശകാരിക്കുകയോ എന്ന് ചെയ്യുന്നത് ഒട്ടും സ്വീകാര്യമല്ല. നമ്മളുടെ അടുത്തുള്ള റെസ്പോൺസ് പലപ്പോഴും അഗ്രസീവും വളരെ ഇതും കൂടിയാണ്. അപ്പോൾ അതൊക്കെ നാവിഗേറ്റ് ചെയ്ത് വന്നിട്ട് തന്നെയാണ് എല്ലാ വനിതാ ഓഫീസേഴ്സും കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓഫീസിനകത്തുള്ള ഒരു സിറ്റുവേഷൻ. പിന്നെ ഇപ്പോൾ നമ്മൾ ഞങ്ങൾ കയറിയ സമയത്തുള്ള ഒരു കേരളം അല്ലെങ്കിൽ ചുറ്റുപാടല്ല ഇപ്പോൾ. ഇന്ന് ഈ കാര്യങ്ങൾ കുറെ കൂടി ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ടുള്ള കുറേ ശബ്ദങ്ങളുണ്ട്. ഈ നിറം എന്ന് പറഞ്ഞപ്പോൾ പല തരത്തിൽ നിറം പറയുമ്പോൾ ഈ കറുപ്പ് എന്നുള്ള നിറത്തെ സ്ത്രീയോട് കൂടിയാണ് റിലേറ്റ് ചെയ്ത് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ പുരുഷനോട് പറയുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ മറ്റെന്തോ തരത്തിൽ കാണുന്നത് അത് സ്ത്രീ ആകുമ്പോൾ സ്ത്രീക്ക് കറുപ്പ് ഒട്ടും അങ്ങനെ ഒരു നോഷൻ കൂടെ ഈ സമൂഹത്തിലില്ലേ? പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണോ? സ്ത്രീകൾ തന്നെയാണ് കുറെ കൂടി നീറ്റിലൂടെ ഇത് അനുഭവിക്കുന്നത്. മറ്റത് നമ്മളത് കടന്നു പോകുന്നു. കാരണം ഈ പുരുഷ സൗന്ദര്യം ഇത് വരുമ്പോഴത്തേക്കും ഒരു കൗണ്ടർ നാരറ്റീവ് ഉണ്ട്. നമ്മൾ അത് സായിപ്പിൻ്റെ നാരറ്റീവാണ് എങ്കിലും നമ്മളത് ഉൾക്കൊള്ളുന്ന ഒരു ഇതാണ് ടോൾ, ഡാർക്ക് ആൻഡ് ഹാൻസം എന്നുണ്ട്. അപ്പോൾ ടോൾനെസ് പലപ്പോഴും ടോൾനെസ് ആയിരിക്കും ഒരു പ്രശ്നമായിട്ട് നമ്മൾ ഇത് കാണാം. ഡാർക്ക് അപ്പോൾ ഇപ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുന്നില്ല, പക്ഷെ ഡാർക്കും ഹാൻസമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഡാർക്ക് ആൻഡ് പ്രിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടും ഒരുമിച്ച് നമ്മൾ കേട്ടിട്ടേയില്ല. നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം വ്യക്തി ജീവിതത്തിൽ പലതവണ നേരിട്ടിട്ടുണ്ടെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. സുമുഖനായ ഭർത്താവിനെ കിട്ടിയ കറുത്ത ഭാര്യ ലോട്ടറി അടിച്ചവളാണെന്ന് പറഞ്ഞവരുണ്ട്. കറുത്ത ഭാര്യയെ കിട്ടിയതിന് ഭർത്താവിനോട് അനുശോചനം രേഖപ്പെടുത്തിയവരുമുണ്ടെന്നും ഈ അനുഭവങ്ങൾ കൂടിയാണ് കറുപ്പിന് എന്താണ് കുഴപ്പമെന്ന നിലപാടിനെ ശക്തിപ്പെടുത്തിയതെന്നും ശാരദാ മുരളീധരൻ കൂട്ടിച്ചേർത്തു. സുമുഖനായൊരു ഭർത്താവിനെ കിട്ടിയില്ലേ, നിനക്ക് നീ എന്താ വേണ്ടത് എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേ അവിടെയും ഒരു അർത്ഥം വരുന്നുണ്ടല്ലോ. നിനക്കെന്തോ ഭാഗ്യം, നീ എന്തോ ലോട്ടറി അടിച്ചു. അദ്ദേഹം ലോട്ടറി അടിച്ചിട്ടില്ല, ഞാനാണ് ലോട്ടറി അടിച്ചത്. ഒരു കറുത്ത ഭാര്യയെ കിട്ടിയതിൽ അദ്ദേഹത്തിനോട് നമ്മൾ അല്പം കണ്ടോളൻസൊക്കെ ഇത് പറയാം. പക്ഷേ എന്നിരുന്നാലും കാര്യമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറിയാണ് അത്. അപ്പം അതുകൊണ്ട് ഈ കറുപ്പ് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ കറുപ്പിനെ ചൊല്ലിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതല്ല ഔദ്യോഗികമായിട്ട് എന്നുള്ള നിലയ്ക്കല്ല, പക്ഷേ നമുക്ക് വ്യക്തിപരമായിട്ട് ഉള്ള പല ഇൻറ്ററാക്ഷൻസിൽ പലപ്പോഴും കേൾക്കേണ്ടി വരുന്നത് അത് ഇപ്പം നമ്മുടെ സുഹൃത്ത് വലയത്തിൽ നിന്നാകാം, നമ്മുടെ കുടുംബത്തിൽ നിന്നാകാം, നമ്മുടെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളിൽ നിന്നാകാം, പലതരത്തിലുള്ള അല്ലാതെയുള്ളവരും ഒക്കെ ആകാം. അത് പിന്നെ അത് കുഴപ്പമില്ല. അത് നമ്മൾ ഇപ്പം കുഴപ്പമില്ല എന്ന് പറയുന്നത് അത് നമ്മളെല്ലാവരും തന്നെ അതിന് വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ആർമർ ഉണ്ടാക്കിയിട്ട് അതിനെ മറികടന്ന് ഇത് ഒരു ചെവിയുടെ കേൾക്കുക മറ്റേ ചെവിയുടെ ഇറക്കുക എന്നുള്ള തരത്തിൽ നമ്മൾ നമ്മുടെ യാത്ര തുടരുന്നു.
അതേസമയം ഇത്രയേറെ വിമർശനങ്ങൾ വന്നിട്ടും നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചയാൾ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടില്ലെന്നും ചീഫ് സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് പോലും തയ്യാറായില്ല. ഇത് ഈ വ്യക്തിയുടെ മാത്രം ചിന്താഗതിയെ ചുരുക്കി കാണുന്നില്ല. അടുത്തറിയാവുന്ന പലരും ഈ മനോനില സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഒരാളുടെ മാത്രം പേര് പരസ്യമായി പുറത്തു പറയാതിരുന്നതെന്നും ശാരദാ മുരളീധരൻ Q18 പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് പ്രവൃത്തി മുൻഗാമിയെക്കാളും വെളുത്തതല്ല, കറുത്തതാണ്. അതായത് ഈ വർക്കിനെയാണ് പറഞ്ഞത് എന്നുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ വന്നു കേട്ടു. അതെ, പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു. കറുത്തിരിക്കുന്നത് പോലെ തന്നെയാണ് അഡ്മിനിസ്ട്രേഷനും, അത്രയും അതുപോലെ കറുപ്പാണ്. വേണുവിൻ്റെ പോലെ അല്ല അത് വെളുത്തിരുന്നപ്പോൾ ഇത് കറുപ്പാണ്. പിന്നെ ഞങ്ങളെ മുഖഭാവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ പറയേണ്ടാത്തത് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് പറഞ്ഞു, അല്ല അതും കുറേ കർക്കശമാണ് എന്നൊക്കെ പറഞ്ഞ് അത് ഉഴപ്പിയതാണ്. ഈ മനസ്സിലിരിപ്പ് ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല, എത്രയോ പേരുടെ മനസ്സിലിരിപ്പ് ആണ്. കുറച്ച് ഇതായിട്ട് ലൂസായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതങ്ങോട്ട് പുറത്തു വന്നു എന്ന് മാത്രം. പക്ഷേ എത്രയോ പേരുടെ, ഇപ്പം ഞാൻ അറിയുകയും സ്നേഹിക്കുന്ന എത്രയോ പേരുടെ മനസ്സിലിരിപ്പ് എങ്ങനെയുണ്ട്, അപ്പം എൻ്റെ ചുറ്റുമുള്ളവരുടെ. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഒരാളെ മാത്രം ഇത് ചെയ്തിട്ട് വിക്ടിമൈസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കോൾ ഔട്ട് ചെയ്യുന്നത് കാര്യമില്ല. എനിക്ക് കോൾ ഔട്ട് ചെയ്യേണ്ടത് മൊത്തം സമൂഹത്തിനെയാണ്. ഇത്രയും വലിയ വിവാദം വന്ന ശേഷം എന്തെങ്കിലും റെസ്പോൺസ് ആ ഭാഗത്തുനിന്നുണ്ടായോ? ക്ഷമ പറയുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഉണ്ടായോ? ഇല്ല, പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഒരു പക്ഷെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടാകണം. അതെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ശരി, ഇനി വിശദമായി ഈ സംഭാഷണം Q18 കാണാം. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്.